ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഒരു ഗ്യാപ്പിന് ശേഷം ഇനി നമുക്ക് ഒരു പരീക്ഷാ കാലമാണ് വരാനിരിക്കുന്നത്. 10th പ്രിലിംസിന് ശേഷം പിന്നീട് കുറച്ച് മാസങ്ങളായിട്ട് പി എസ് സി പരീക്ഷകളൊന്നും പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകളൊന്നും നടന്നിട്ടില്ല. എന്നാൽ മെയ് മാസം തൊട്ട് പി എസ് സി പരീക്ഷകൾ തുടങ്ങുകയാണ് അല്ലേ. സിവിൽ എക്സൈസ് ഓഫീസർ, 10th മെയിൻസ് പരീക്ഷകൾ, അതിൽ ലബോറട്ടറി അസിസ്റ്റന്റിന് ഡേറ്റ് വന്നു കഴിഞ്ഞു. ജൂൺ മാസത്തിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇനി ഒരു മെയ് മാസം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഏകദേശം ജൂൺ മാസം വരെ +2 ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ പ്രിലിംസ് തുടങ്ങിയ പ്രധാനപ്പെട്ട പല പരീക്ഷകളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഡിഗ്രി ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് 10th മെയിൻസിൽ ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, 10th മെയിൻസ് എഴുതാൻ യോഗ്യരാണ് അവരെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു കൺഫ്യൂഷനിലായിരിക്കും. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വളരെ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു എക്സാം വളരെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10th മെയിൻസ് എന്ന് പറയുന്ന എക്സാം അതിന് മെയിൻസ് പരീക്ഷയാണ്. സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന അല്ലെങ്കിൽ ലബോറട്ടറി അസിസ്റ്റന്റ് രണ്ടിനും ഒരേ സിലബസ് തന്നെയാണ്. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ജോലി നമുക്ക് ഷുവറാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടേനും സിലബസിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഈ 2 എക്സാം മാത്രമല്ല, സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു ഫിസിക്കൽ അനിവാര്യമായിട്ടുള്ള എക്സാം ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ 10th മെയിൻസ് എക്സാം വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ്, കോമൺ ആയിട്ട് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു +2 യോഗ്യതയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 പരീക്ഷകളും അത്യാവശ്യം ഫിസിക്കൽ എബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ 3 പരീക്ഷയും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ 3 പരീക്ഷകളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ ഒരേ സിലബസ് ആണെങ്കിലും ആ ഒരു ഡെപ്ത്, പഠിക്കേണ്ട ഡെപ്തിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് പരീക്ഷയാണ് ഞാൻ ഈ ഫോക്കസ് ചെയ്യേണ്ടത്? 10th മെയിൻസിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ സാധിക്കില്ല. ഏകദേശം ഈ എക്സാമുകളുടെയൊക്കെ ആ ഒരു ടൈം ഏകദേശം അടുത്തടുത്താണ്. ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് ഫസ്റ്റ് പ്രിലിംസ് എന്ന് പറയുന്നതും 10th മെയിൻസ്, സെക്രട്ടറി OAയുടെ 10th മെയിൻസ് തമ്മിൽ വളരെ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റ് OA എക്സാമിന് പഠിക്കണതോ അത് പഠിച്ച് അതിന് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രിലിംസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു ഡിഗ്രി യോഗ്യതയുള്ള ആളെ സംബന്ധിച്ച് ഒരു 10th ലെവലൊക്കെ ആണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അവർക്ക് മെയിൻ ആയിട്ടും ഈ സെക്രട്ടേറിയറ്റ് OA അല്ലെങ്കിൽ ഈ ഇനി വരാൻ പോകുന്ന ASM, അതുപോലെ ലബോറട്ടറി അസിസ്റ്റന്റ്, ഇതിനൊക്കെ മെയിൻസ് എക്സാംസ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സാം എഴുതിയാൽ മതി. ഓക്കെ, ASMന് പ്രിലിംസ് എക്സാം ഉണ്ടായിട്ടില്ല, എന്നാലും ആ ഒരു എക്സാം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ ഒരു വലിയൊരു കൺഫ്യൂഷനിലായിരിക്കും ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഇനിയിപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ഫിസിക്കൽ എക്സാം ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ അതിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജോലിയുടെ അനിവാര്യത മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ക്യാപ്പബിലിറ്റി, അതായത് പലർക്കും ചിലപ്പം ഈ ഒരു 2 എക്സാമിനുടെയും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഓക്കെ, കാരണം ഡിഗ്രി ലെവൽ ആകുമ്പോൾ ഒരു വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്ന സമയത്ത് 10th മെയിൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസും ഡിഗ്രി പ്രിലിംസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലും അത്യാവശ്യം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് പഠിക്കാനുണ്ട്, പിന്നെ ഡെപ്തിൽ വായിക്കാനുണ്ട്. ഇതൊക്കെ വളരെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ക്യാപ്പബിലിറ്റി നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കാം. നമ്മുടെ കഴിവ്, തീർച്ചയായും നിങ്ങൾക്ക് കഴിവുണ്ട്, ഞാൻ അത് കഴിവില്ല എന്നല്ല പറയുന്നത്, എന്നാലും ഈ 2 എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് ഇനിയിപ്പോൾ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഇനിയിപ്പോൾ, അതായത് ഇപ്പോൾ 10th മെയിൻസ് ഞാൻ ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയില്ല, എനിക്ക് കുറച്ച് മാർക്കേ ഉള്ളൂ, അങ്ങനെ സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? സെക്രട്ടറി അസിസ്റ്റന്റ്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ 10th മെയിൻസ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ക്യാപ്പബിലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ പ്രിലിംസ് എക്സാമും അതുപോലെ തന്നെ മെയിൻസ് എക്സാമിന്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയും. എന്നാൽ ചില ആളുകൾക്ക് പ്രിലിംസ് എനിക്ക് അത്രത്തോളം ഞാൻ കോൺഫിഡൻസ് അല്ല, അത് ഒരുപാട് പഠിക്കാനുണ്ട്, ഇപ്പോൾ എൻ്റെ മെയിൻ ഫോക്കസ് ഈ ഒരു സെക്രട്ടേറിയറ്റ് OA അല്ലെങ്കിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്, അതിൻ്റെ സിലബസ് നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രിലിംസ് നിങ്ങൾ ഒരു
ഒരു എന്താണ് അത്ര നിങ്ങൾ ഈ ഒരു 10th മെയിൻസിന്റെ ആ ഒരു പഠിക്കുന്ന രീതി ഇംഗ്ലീഷും മലയാളം നമുക്കറിയാം 10th പ്രിലിംസ് ഇംഗ്ലീഷും മലയാളം മാത്സ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രിലിംസ് ഒന്നൊരു ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ 10th മെയിൻസ് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പ്രിലിംസ് എന്താണ് ഒരു ചാൻസ് എന്ന രീതിയിൽ നമുക്കൊരു ഫ്രീ ചാൻസ് എന്ന രീതിയിൽ എഴുതുക. ഓക്കെ, ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ആ ഒരു ക്യാപ്പബിലിറ്റി മനസ്സിലാക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് ആ ക്യാപ്പബിലിറ്റി മനസ്സിലാക്കി ചൂസ് ചെയ്യണമെന്നാണ്. അത് ഞാൻ പ്രിലിംസ് നിങ്ങൾ വിട്ട് കളയണം എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ആ ഒരു ക്യാപ്പബിലിറ്റി മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ജോലിയുടെ അനിവാര്യത. നിങ്ങളുടെ ജോലിക്ക് നിങ്ങളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലാതെ PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാരാവും. നമുക്ക് അറിയുന്നതാണ് അല്ലേ, സമൂഹത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാരാവും. സോ അതുകൊണ്ട് നിങ്ങളുടെ ജോലിയുടെ ഇമ്പോർട്ടൻസ് അവിടെ അനിവാര്യമാണ് അല്ലേ. നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി അനിവാര്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 10th മെയിൻസിന് ഇപ്പോൾ പഠിച്ചു തുടങ്ങി. ഏകദേശം സിലബസ് 75% സിലബസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഞാൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാം വന്നതോട് കൂടിയിട്ട് ഇനി ഞാൻ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങളുടെ ജോലിയുടെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ അനിവാര്യത, നിങ്ങൾക്ക് എത്രത്തോളം ജോലി ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനിയിപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ അല്ലേ, മറ്റുള്ള ജനറൽ PSC എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇപ്പോഴും നല്ല ഫിസിക്കലി എക്സാമിന് ഇപ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയുന്നില്ല, എന്നാൽ കൂടി എന്താണ് ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ അവിടെ മത്സരാർത്ഥികൾ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു എക്സാം ആണ് എനിക്ക് ഒരു ഫിസിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള ഈ CEO എക്സാമിന് നന്നായിട്ട് അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ള എക്സാമിന് കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് 3 ഡയറക്ഷനിലേക്കും പോകാൻ നിന്ന് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഒരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും നിങ്ങളെ തേടിയെത്തുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓക്കെ, നിങ്ങൾ പ്രധാനമായിട്ടും ഇത്രയും എക്സാംസ് ഇനി വരുന്ന സമയത്ത് CEO 10th മെയിൻസ് അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ 2 കാര്യം ചിന്തിക്കുക. ഒന്ന്, നിങ്ങളുടെ ക്യാപ്പബിലിറ്റി, നിങ്ങൾക്ക് ഈ 3 എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങളുടെ ജോലിയുടെ അനിവാര്യത അത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏത് എക്സാമാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങളിപ്പോൾ പ്രിലിംസ് എഴുതിയിട്ട് മെയിൻസിനെ അങ്ങനെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയാണെങ്കിലും, അതുപോലെ ഇനി സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഈ ബാച്ചുകളിലേക്കുള്ള കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി റണ്ണിങ് ആണ്. 10th മെയിൻസിനൊക്കെ ഒരു ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു PYQസും അതുപോലെ തന്നെ ടൈം ടേബിൾ സ്റ്റഡിയാണ് നമ്മുടെ മോഡസ് ഓപ്പറൻറ്റി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോടെ ഓരോ ദിവസവും ഓരോ ടോപ്പിക് പ്ലസ് ലൈവ് റെക്കോർഡ് സെഷൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു സെഷനാണ്. പ്ലസ് ലൈവ് റെക്കോർഡ് സെഷൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചാണ്. സോ അതുകൊണ്ട് തന്നെ ആക്ച്വലി നിങ്ങളുടെ സ്റ്റേജ് മനസ്സിലാക്കുക, നിങ്ങളുടെ ക്യാപ്പബിലിറ്റി മനസ്സിലാക്കുക, കൂടാതെ സമയം കളയാതെ പഠിച്ചു തുടങ്ങുക. ഏതാണ് നിങ്ങളുടെ ഇതിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിൽ എന്താണ് ഞാൻ എടുക്കേണ്ടത് അത് ചൂസ് ചെയ്ത ശേഷം നിങ്ങൾ ഏത് എക്സാം ആണോ ഫോക്കസ് ചെയ്യുന്നത് അതിന് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ദെൻ താങ്ക് യു.